ഹലോ പീപ്പിൾ, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഒരുപാട് കാലമായി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഓൾമോസ്റ്റ് ഒരു 2 വീക്കായി ഞാൻ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം കോളേജ് ലൈഫാണ്, പ്രത്യേകിച്ച് ഒന്നും നടക്കണില്ല ലൈഫിൽ. അപ്പൊ പിന്നെ എന്ത് വീഡിയോ എടുക്കുന്ന അറിയാത്തോണ്ട് വീഡിയോ എടുക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഞാനിപ്പോ വീട്ടിലെത്തി. എന്റെ വീട് പട്ടാമ്പിക്ക് അടുത്താണ്. അപ്പൊ പട്ടാമ്പി പാലം മുങ്ങിയ ന്യൂസൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പാലം ഫുൾ വെള്ളത്തിൽ മുങ്ങി. പിന്നെ ഇപ്പൊ വെള്ളം ഇറങ്ങി, ബട്ട് സ്റ്റിൽ ടാറൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ അടച്ചിട്ടേക്കാണ്. പാലം സ്റ്റിൽ അടച്ചിട്ടേക്കാണ്, തുറന്നിട്ടില്ല. അപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് അടക്കം എല്ലാരും ചോദിക്കുന്നുണ്ട്, പട്ടാമ്പി അടുത്തല്ലേ, വീട്ടിലൊക്കെ എങ്ങനെയുണ്ട്, വീട്ടിൽ വെള്ളം ഉണ്ടോ, എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാന് ഷൊർണൂരാണ് ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. കോയമ്പത്തൂർ ഷൊർണൂർ ട്രെയിൻ പിടിച്ചിട്ട് ഷൊർണൂർ വന്നു. എന്നിട്ട് ഷൊർണൂരിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ആ റോഡൊന്നും പ്രത്യേകിച്ച് വെള്ളം കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ വീടിന്റെ അടുത്ത് പാടമുണ്ട്. നമ്മുടെ 2 സൈഡിലും പാടാണ്. അപ്പം അവിടെ എങ്ങനെയാ വെള്ളം കയറിയിട്ടുണ്ടോ, 2 സൈഡിലും തോടും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ നോക്കിയിട്ടില്ല. ഞാനിതാ ജസ്റ്റ് ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ ഇതാ മോർണിംഗ് റൊട്ടീൻസ് ഒക്കെ കഴിഞ്ഞു, ജിമ്മിലും പോയി, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റം വന്ന് നോക്കണമല്ലോ. അപ്പൊ നമുക്ക് പാടത്തൊക്കെ പോയി നോക്കി, തോടുണ്ട്, തോട് നിറഞ്ഞോ, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം. സോ ജോയിൻ മീ. നടക്ക്. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലുള്ള സൂര്യനെയും കൂടി വിളിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇന്ത്യയൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് ഗൈസ്. അപ്പോൾ അവളെ കൂടി വിളിക്കാൻ വേണ്ടി പോയി. പക്ഷെ അവൾക്ക് കോളേജ് ഉണ്ട്. ഇത് കോളേജ് സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നു, പാലക്കാട് സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമായിരുന്നു ലീവ്. അപ്പൊ അവിടെ പോയപ്പോൾ അവളെ കണ്ടില്ല. പക്ഷെ അവളുടെ അമ്മേനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. നേരെ വെള്ളം നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലേ സച്ചോ? ഒരു മിനിറ്റ്, ഇവിടെ മതില് ഇടിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇത് വളരെ പഴയൊരു മതിലാണ് ഗൈസിലെ. കുറെ കാലമായി, ഒരു 10-20 അത്രയും കൊല്ലം മുന്നേ. അമ്മയൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മയുള്ള കാലം തൊട്ടുള്ള മതിലാണ്. അപ്പൊ മേ ബി കാലത്തിന്റെ ആയിരിക്കും അതവിടെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളമില്ല, അവിടെ നിറയെ തവളകൾ. എന്നിട്ട് സച്ചു ഓരോ തവളേനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പേടിയില്ലാണ്ട്. ഇങ്ങനെ അതിനെങ്ങനെ എണ്ണി കൊണ്ടോണ്ട് പോയി അതിനോട് വർത്താനം പറയാ. തവളേനെ പേടിക്കാണ്ട് അതിനെ ആട്ടാൻ നിൽക്കണു. നടക്ക്. ഒരു വെള്ളത്തവള. ഇതിനെ നേരെ പോയി കഴിഞ്ഞാൽ പാടാണ്. ആ പാടം കഴിഞ്ഞാലാണ് അമ്പലം. അപ്പോൾ ആ പാടത്തിൻ്റെ അവിടെ ഒരു തോടുണ്ട്. അതൊക്കെ നല്ല നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഇന്നലെയൊക്കെ മഴ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ അവരൊക്കെ പറഞ്ഞത്. നല്ല നനഞ്ഞ നല്ല മണ്ണിൻ്റെ മണ്ണുണ്ട് ഇവിടെയൊക്കെ. ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു ഗ്രാമപ്രദേശത്താണ് വീടുള്ളത്. പട്ടാമ്പിയിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു കാം സ്ഥലമാണ്. ഈ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടി നമ്മളെ കാണുമ്പോൾ അടുത്ത് ജോലി ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയാൽ മിണ്ടാണ്ട് പോകാറുള്ളത്. ഇന്നെന്തോ പട്ടി ഉറങ്ങാണെന്ന് തോന്നുന്നു സച്ചു. അനക്കല്ല. നമ്മൾ പാടത്തി. ഇനി നമുക്ക് തോട്ടിൽ എത്രത്തോളം വെള്ളം ഉണ്ട് നോക്കാം. നല്ല ഒരു ഒച്ച കേൾക്കാണ്ട് ഇവിടുന്ന് വെള്ളം ഒലിക്കണതിൻ്റെ ഒച്ച. ചൂട് കാലത്ത് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല ഗായ്സ്. ഇപ്പോഴാണ് ഇവിടെയൊക്കെ വെള്ളം വന്നത്. ചൂടുകാലത്ത് ഈ തോടൊക്കെ വറ്റിയിരിക്കുകയായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്, ഒഴുക്കിൻ്റെ നല്ല സൗണ്ടും ഉണ്ട്. പാടത്തൊന്നും വല്ലാണ്ടൊന്നും വെള്ളം കയറിയിട്ടൊന്നുമില്ല. പിന്നെ അതാണ് അമ്പലം. ചെടികൾ പാടൊക്കെ നോർമലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വല്ലാണ്ട് വെള്ളം കയറിയിട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല. ഇനിയിപ്പോൾ മുന്നേ കയറിയിട്ടുണ്ടോ ഇല്ല, കയറിയതിൻ്റെ ഒരു കുഴപ്പമൊന്നും ഇവിടെ പാടത്തൊന്നും കാണാനില്ല. തോടിൽ വെള്ളം ഇതിൽ നിറഞ്ഞിരുന്നു, ഇപ്പോൾ കുറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീട്ടിലൊക്കെ പോയി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇന്നലെ ഇത്തിരി മഴ കുറവായിരുന്നു, അതുകൊണ്ട് ഈ തോട്ടിൽ വെള്ളമൊക്കെ കുറവുണ്ട്. അതിന് മുന്നേ ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നെ വേറൊരു സൈഡിലൊരു പാടുണ്ട്, പക്ഷെ അവിടെ ഭയങ്കര വഴുക്കലാണ്, അങ്ങോട്ട് പോണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇറങ്ങണ ഒരു ഇറക്കത്തിലാണ്. ഇറക്കം കഴിഞ്ഞിട്ടാണ് പാടം. ആ ഇറക്കത്തിൽ ഭയങ്കര വഴുക്കലാണ്, അതുകൊണ്ട് അവിടെ പോണ്ടെന്നാണ് അഭിപ്രായം. അതുകൊണ്ട് മിക്കവാറും അങ്ങോട്ട് പോകണ്ടാവില്ല. എന്നാലും നമുക്ക് എത്രത്തോളം വഴുക്കലുണ്ട് എന്ന് പോയി നോക്കാം. എന്താ ഗൈസ് ഞങ്ങൾ പറഞ്ഞ പട്ടി, ആ പട്ടി ഇന്ന് എന്തോ കുരച്ചില്ല.
അത്ഭുതം. ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയാലും പാടാണ്. പിന്നെ ഇതാ ഈ ഒരു വഴി പോയി കഴിഞ്ഞാലും പാടാണ്. ഈ വഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചളി പിളിയാണ് ഗൈസ്. എങ്ങനെ ഞാൻ നടന്നു പോകും? കണ്ടോ നിറയെ വെള്ളവും ചളിയാണ്. ഇതിനൊന്നും നടന്ന് എത്തി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോകില്ല. നമുക്ക് ഈ വഴി നല്ല വഴുക്കലാന്നാണ് പറഞ്ഞ്. അപ്പം എത്രത്തോളം വഴുക്കലുണ്ട് എന്ന് പോയി നോക്കാം നമുക്ക്. വെള്ളം താഴത്തോട്ട് ഒലിച്ചു പോണ റോഡായതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര നനഞ്ഞ് നല്ല വഴുക്കലും ചളിയൊക്കെ ആയിട്ട് കിടക്കാണ്. കണ്ടോ ഗൈസ്, പാടം ഇവിടുന്ന് കാണാല്ലേ, അതാണ് പാടം. പക്ഷെ ഈ വഴി നല്ല വഴുക്കലുണ്ട്. നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം പോയി നോക്കാം. സച്ചി ശ്രദ്ധിച്ച് നടക്കണേ, കാലിൽ അമർത്തിച്ച് നടന്നു, അതാകുമ്പോൾ വഴിക്ക് വീഴില്ല. പതുക്കെ പതുക്കെ. കോയിൻസിഡൻസ്ലി നമ്മൾ രണ്ടാളും സെയിം ഫുഡ് സ്റ്റെപ്സ് ആയി. ശ്രദ്ധിച്ച്. ഇവിടെയും തോടിൻ്റെ ഒരു ഒഴുക്കിൻ്റെ ഒച്ച എനിക്ക് ഇവിടെ കേൾക്കാനുണ്ട്. അത്യാവശ്യം വെള്ളം ഉണ്ടാവും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വെയിലുണ്ട്, അപ്പോൾ പാടത്തേക്ക് ആ വെയിലടിച്ചിട്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓ മൈ ഗാഡ്, എന്തേ നല്ല ഒഴുക്കുണ്ട്, വെള്ളം നല്ലോണം ഉണ്ടേനു. സച്ചു ഇവിടെ നിന്നാൽ മതി, അങ്ങോട്ട് നടക്കണ്ട. ഇത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് നമ്മൾ കണ്ടോ പാടെത്താറായി വെള്ളം. നല്ല പാടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇല്ലേ, ഒരു കാർപ്പറ്റൊക്കെ വിരിച്ച പോലെ ഉണ്ട്, പുല്ലിൻ്റെ കാർപ്പറ്റ് വിരിച്ച പോലെ. നല്ല ഭംഗിയുണ്ട്. അത് ഇപ്പോൾ വെയിലുണ്ട്, അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കാണാനായിട്ട്. നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാലുണ്ട്, അത് കല്ലിൻ്റെ പാലാണേ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാവണ കല്ലിൻ്റെ അത്താണി പോലത്തെയൊക്കെ അങ്ങനത്തെ ഒരു പാലാണ്. അത് ആ സൈഡിലേക്ക് പോയി പോകാനും പറ്റില്ല. ആ പാലൊക്കെ മുങ്ങിയിരുന്നു. ആ പാലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു മരത്തടി പോലെ അവിടെ ഒരു പാലം കാണാനുണ്ടോ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട്. അവിടെ ആ പാലൊക്കെ മഴ കൂടിയ ടൈമിൽ വെള്ളം കയറി മുങ്ങി എന്ന് പറഞ്ഞു. ആ പാലത്തിൻ്റെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു പോലും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട്. അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? എന്താ ചെയ്യുക അല്ലേ, മഴ കാരണം. വെയിലായപ്പോൾ എല്ലാവരും മഴ വേണേന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ മഴയായപ്പം മഴ ഇജാതി ചതിക്കുന്ന ആരും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, മഴ എന്താ ചൂട് എത്രത്തോളം ശക്തിയായിരുന്നോ അത്രത്തോളം മഴയും പെയ്യുന്നുള്ളത്. എന്താവും എന്നറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും മാക്സിമം സേഫായിരിക്കാൻ ശ്രമിക്കും. പിന്നെ വയനാട്ടിലെ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞു, ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ന്യൂസാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാം. നമുക്ക് എന്താ ഫുഡാണെങ്കിലും അവർക്ക് വേണ്ട സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് ആണെങ്കിലും എന്താണെങ്കിലും അയച്ചു കൊടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം. അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഇനിയും വേറൊരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കാം. കാരണം ഭയങ്കര ദുരന്തങ്ങളാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മഴ കാരണം. അതും ഇനിയും മഴ ശക്തിയാവും എന്നാണ് പറയുന്നത്. ഓഗസ്റ്റിൽ ഇതിലും ശക്തിയാവും എന്നാണ് പറയുന്നത്. ഇതിലും ശക്തിയായി എന്താ അവസ്ഥ എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ലെറ്റ്സ് പ്രേ ആൻഡ് എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ നോക്കുക. മഴയത്തൊക്കെ ലീവ് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ആഘോഷിച്ച് കുട്ടികൾ സന്തോഷിച്ച് നടക്കാണ്ട് കളിച്ച് ടൂറൊന്നും പോകാണ്ട് പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ വീടിനുള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, സേഫായിട്ട് ഇരിക്കുക. സപ്പികേ ശ്രദ്ധിച്ചു കയറിക്കോ. വേണ്ട, നല്ല വഴുക്കലുണ്ട്. ഞങ്ങൾ പതുക്കെ വീഡിയോയിൽ ഇത് കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. പിന്നെ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലമാണ് ഈ തോട്. ആ തോടൊക്കെ ഞാൻ ഫുള്ള് ഇവിടെ കളിച്ച് നടന്ന് എന്താ വെക്കേഷനൊന്നും വീട്ടിൽ കയറിയിട്ടില്ല ഗൈസ്. കാരണം അത്രയും പെൺപിള്ളേരുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം എല്ലാവരും ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട് വേറെ വഴിക്കായി. എന്നാലും നമ്മുടെ നൊക്ലാച്ചി അയ്യൂനോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. പിന്നെ വീഡിയോയിൽ കാണിക്കാമെന്നും കരുതി. കണ്ടോ നല്ല വഴുക്കലുണ്ട്. ഇവർക്ക് പണ്ട് കുറെ പൊട്ടക്കളികൾ ഉണ്ടായിരുന്നു. ബീറ്റ് എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൊട്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടി. യെസ്, അതെനിക്ക് പാലിക്കാൻ പോലും വയ്യ. ഞാൻ ചെയ്ത് കൂട്ടിയ പൊട്ടത്തരങ്ങൾ. മയിലിൻ്റെ ഒച്ച കിട്ടുക ഗൈസ്. ഇവിടെ ഫുൾ മയിലൊക്കെ കുറെ ഉണ്ടാവാറുണ്ട്. ആരത് അങ്ങനെ എൻ്റെ വീട്ടിൽ രണ്ടാൾക്കാരെ കിട്ടിയിരിക്കുന്നു. ആണോ? ഒന്നാ നടന്നോളൂ. ഹായ് വേദേ. മഴ ഇടിഞ്ഞത്ര മഴയത്ത്. വേദേ ഹായ്. ഹലോ ഞാനേ വീഡിയോയിൽ ഒച്ചേക്കാൻ വേണ്ടി ഹെഡ്ഫോൺ കയ്യിലെടുത്തതാ. പൊട്ടിയിട്ടില്ല, ചെവിയിൽ വെച്ച് ഇതിനെ നടക്കണ്ടെന്ന് ചോദിച്ചതുകൊണ്ട് കൈ പിടിച്ച് നടന്നു. അതില് നിറയെ തവളുണ്ട് വേദേ.
നോക്കിയോക്കാ. ആണോ? ആണല്ലേ? എവിടെ? അയ്യേ ഇല്ല. അങ്ങനെ ഞങ്ങൾ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അല്ലേ വേദേ? വീട്ടിലെത്തി നിറ പറ. വീട്ടിലെത്തി നിറ. ഹായ്. അതെ, പാടത്തൊക്കെ പോയി വെള്ളമൊക്കെ കണ്ടു. 2 പാടും പോയി. ഇപ്പുറത്ത് വലിയ വഴുക്കൽ ഇപ്പൊ ഇല്ല. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ടിൽ ദെൻ